പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ റജബ് 7 ഞായറാഴ്ചയുടെ പകലിലാണ് നമ്മളൊക്കെ ഉള്ളത്. ചില്ലറ ദിവസം കഴിഞ്ഞാൽ റജബിന്റെ ആദ്യത്തെ പോരിശയാക്കപ്പെട്ട 10 ദിനരാത്രങ്ങൾ സലാം പറഞ്ഞു പിരിഞ്ഞു പോകും. ഈ ഒരു സന്ദർഭത്തിൽ നിർബന്ധമായി നമ്മൾ അറിയേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യ അവസാനം കേൾക്കണം. പരമാവധി നമ്മൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, കമന്റുകൾ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിവര്യന്മാരായ മഹാന്മാരായ സ്വഹാബത്ത് അനസ് റളിയല്ലാഹു തആല അൻഹു, മുആദ് റളിയല്ലാഹു തആല, ഈ രണ്ട് സ്വഹാബികളും കൂടെ കോണ്ടാക്ട് ചെയ്യുന്ന, കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം ഹദീസിൽ കാണാം. അപ്പൊ അനസ് റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട് മുആദ് തങ്ങളോട്, അല്ലയോ മുആദ് തങ്ങളെ, നിങ്ങൾ എവിടുന്നാ വരുന്നത്? അപ്പൊ മുആദ് തങ്ങൾ പറഞ്ഞു, ഞാൻ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ നിന്ന് വരികയാണ്. അപ്പൊ അനസ് റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ഹദീസ് പറഞ്ഞോ, എന്തെങ്കിലും വിജ്ഞാനം പറഞ്ഞു തന്നോ? അപ്പോൾ മുആദ് റളിയല്ലാഹു തആല പറഞ്ഞു, തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. മൻ സ്വാമ യൗമൻ മിൻ റജബിൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹി ദഖലൽ ജന്ന എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ ഹദീസ് എന്നറിയോ? മൻ സ്വാമ യൗമൻ മിൻ റജബിൻ, പരിശുദ്ധമായ മുബാറക്കായ അള്ളാന്റെ മാസമായ റജബ് മാസത്തിൽ ഒരു നോമ്പ്, ഒരു സുന്നത്ത് നോമ്പ് ഒരു വിശ്വാസിനി അനുഷ്ഠിച്ചാൽ, എന്താ നോമ്പെടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അവരുടെ ഷുഗർ കുറയാനോ കൊളസ്ട്രോൾ നോർമലാകാനോ അല്ല. യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അള്ളാന്റെ പൊരുത്തം, പടച്ച തമ്പുരാന്റെ ഇഷ്ടം, അതാണ് കൽബിൽ കണ്ടത്. അങ്ങനെ നോമ്പെടുത്തതാണെങ്കിൽ ദഖലൽ ജന്ന, വേറെ ഇനി വർത്താനില്ല, അവർ സ്വർഗത്തിൽ കടന്നു എന്ന്. പാസ്റ്റ് ടെൻസ് ആണ് പ്രയോഗം, കടക്കും എന്നല്ല, കടക്കാൻ സാധ്യതയുണ്ടെന്നല്ല, സ്വർഗത്തിൽ കടന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പാണ് അവർക്ക് സ്വർഗം കിട്ടും എന്ന്. ഈ ഹദീസ് കേട്ടപ്പോൾ നമ്മളെപ്പോലെ ആവേശമായി ആർക്ക്? അനസ് റളിയല്ലാഹു തആല അൻഹു നേരെ ഓടി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക്. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, ഇങ്ങനെ മുആദ് തങ്ങൾ പറഞ്ഞല്ലോ, അവിടുത്തെ ഹദീസാണെന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്തല്ലോ. അപ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വദഖ മുആദ്, സ്വദഖ മുആദ്. മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് വളരെ സത്യമാണ്, ഞാൻ പറഞ്ഞ ഹദീസാണ് പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, അന ഖുൽതു ദാലിക, അന ഖുൽതു ദാലിക, അന ഖുൽതു ദാലിക, ഞാനത് പറഞ്ഞു അനസേ, ഞാനത് പറഞ്ഞു അനസേ, ഞാനത് പറഞ്ഞു അനസേ. 3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ വിഷയം, ആ ടോപ്പിക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞതാണ്, അത്ര വലിയ പുണ്യമുള്ള കർമ്മമാണ് റജബിലെ സുന്നത്ത് നോമ്പ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. റജബിലെ സുന്നത്ത് നോമ്പ് പ്രിയപ്പെട്ടവരെ എടുക്കാൻ കഴിയുന്നവർക്ക് വലിയ സൗഭാഗ്യമാണ്. റജബിലെ സ്വർഗാവകാശികൾ ആര് എന്ന് ചോദിച്ചാൽ റജബിലെ സുന്നത്ത് നോമ്പെടുക്കുന്ന വിശ്വാസിനികളാണ്. അതുകൊണ്ടൊരു തീരുമാനം എടുക്കണം, ഒരു സുന്നത്ത് നോമ്പ് അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിന് വേണ്ടി. ഈ ഹദീസ് എൻ്റെ മനസ്സിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാക്കി. തീർച്ചയായിട്ടും ഈ ക്ലാസ് പ്രചോദനമായി. ഒരു സുന്നത്ത് നോമ്പ്, അൽഹംദുലില്ലാ, അതിന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് കേവലം സ്വർഗം അവർക്ക് ഉറപ്പായി എന്ന് മാത്രമല്ല, ആകാശഭൂമികളിലുള്ള കോടിക്കണക്കിന് മലക്കുകൾ, 1000 2000 അല്ല, കോടിക്കണക്കിന് മലക്കുകൾ റജബ് മാസത്തിലെ സുന്നത്ത് നോമ്പെടുക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപം പൊറുക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് തേടും കോടിക്കണക്കിന് മലക്കുകൾ റജബിന്റെ സുന്നത്ത് നോമ്പുകാർക്ക് വേണ്ടി. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന ഫിൽ ജന്നത്തി നഹറ, പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു മനോഹരമായ ഒരു വലിയൊരു നദിയുണ്ട്. ആ മനോഹരമായ നദിയിൽ പ്രിയപ്പെട്ടവരെ മനോഹരമായ, ഏറ്റവും സുന്ദരമായ, രുചികരമായ, ഏറ്റവും ടേസ്റ്റിയായ വെള്ളം അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ആ വെള്ളം ആർക്കാ കൊടുക്കുന്നതെന്നറിയോ? ആ വെള്ളം കൊടുക്കുന്ന റജബിലെ നോമ്പുകാർക്ക് വേണ്ടിയാണ്. ഇന്ന ഫിൽ ജന്നത്തി നഹറുൻ, സ്വർഗത്തിൽ മനോഹരമായ ഒരു നദി, അതിൻ്റെ പേര്, അതിൻ്റെ നെയിം ബോർഡ് എന്താണെന്നറിയോ? ആ നദിയുടെ പേര് റജബ്, യുഖാലു ലഹു റജബ് എന്നാണ്. റജബ് എന്നാണ് ആ നദിയുടെ പേര്. അതിൽ റജബിലെ നോമ്പുകാർക്ക് മാത്രമേ അതിൽ നിന്നും അള്ളാഹു പാനീയം കൊടുക്കൂ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഫിൽ ജന്നത്തി ഖസ്റ, സ്വർഗത്തിൽ മനോഹരമായ ഒരു പാലസ് ഉണ്ട്, ഒരു കൊട്ടാരം. ആ കൊട്ടാരത്തിൽ എല്ലാവർക്കും അഡ്മിഷൻ ഇല്ല, എല്ലാവരെയും കയറ്റൂല്ല, റജബിലെ നോമ്പുകാരെ മാത്രമേ അതിൽ കയറ്റൂ എന്നും ചില ഹദീസിന്റെ റിവായത്ത് കാണാം. അപ്പോൾ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. തീർന്നില്ല, കിതാബുൽ ഉനിയയിലൊക്കെ പറയുന്നുണ്ട്. സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവരുന്ന ഹദീസ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു ദിവസം റജബിലെ 1 ഡേ നോമ്പുകാരായാൽ 1000 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണ്. 1000 മാസത്തെ നന്മയുടെ കൂലിയല്ല, ഇബാദത്തിന്റെ കൂലിയല്ല, 1000 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി വിശ്വാസികൾക്ക് റജബിലെ നോമ്പ് കൊണ്ട് നേടാം എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം.
മാത്രമല്ല റജബിൽ നോമ്പുകാരാകുന്നവർക്ക് 3 ബെനിഫിറ്റ് പ്രത്യേകം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് മഗ്ഫിറത്തുൽ ലിജമീഇ ദുനൂബി, അവന്റെ സകല പാപങ്ങളും, ജീവിതത്തിൽ അവൻ ചെയ്തു പോയ ഹറാമുകളൊക്കെ ഇല്ലേ, ശിക്ഷ കിട്ടേണ്ട പാപങ്ങൾ, ചുമ്മാ നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല, ശിക്ഷ കിട്ടേണ്ട പാപങ്ങൾ, തിന്മകൾ, ആ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുക്കും. പ്രത്യേകിച്ച് ചെറുപാപങ്ങളെല്ലാം കരിഞ്ഞു പോകും, 1-2 എല്ലാം അല്ലാഹു മാപ്പ് ചെയ്യും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ബെനിഫിറ്റ് വഇസ്മത്തുൽ ലിമാ ബഖിയ, അവന്റെ ഇനി ഫ്യൂച്ചർ വരാൻ പോകുന്ന ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നതിനെ തൊട്ട് ഒരു തടസ്സമുണ്ടാകും. തെറ്റ് ചെയ്യാൻ തോന്നൂല, അള്ളാഹിന്റെ ഒരു പ്രത്യേകമായ സെക്യൂരിറ്റി, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. തെറ്റുകൾ കാണാനുള്ള ആഗ്രഹം, തെറ്റ് കേൾക്കാനുള്ള കൊതി, തെറ്റ് പറയാനുള്ള ഒരു ആനന്ദം, അതൊക്കെ നഷ്ടപ്പെടും. തെറ്റിനോടൊരു വെറുപ്പ്, ഹറാമിനോടൊരു ഇഷ്ടക്കേട്, ഒരു വെറുപ്പ്, ഇറിറ്റേഷൻ ഉണ്ടാവുക, അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ സുന്നത്ത് നോമ്പ് കൊണ്ട്, റജബിലെ സുന്നത്ത് നോമ്പ് കൊണ്ട് ഉണ്ടാകും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഖിയാമത്ത് നാളിൽ താങ്ങാൻ കഴിയാത്ത ദാഹത്തിന്റെ ആ വലിയ വേദനയിൽ നിന്നും യഉമ്മനുൽ അതുഷ, ആ ദാഹത്തിൽ നിന്നും അല്ലാഹു നിർഭയത്വം കൊടുക്കും. ഖിയാമത്ത് നാളിൽ എല്ലാവരും ദാഹിച്ചു വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ദാഹമില്ല. കാരണം ഇവർ റജബ് മാസത്തിൽ ദാഹിച്ചവരാണ്, നോമ്പ് പിടിച്ച് ദാഹിച്ചവരാണ്, അവർക്ക് വലിയ ബെനിഫിറ്റാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് പ്രസന്റ് ചെയ്തപ്പോൾ സ്വഹാബികളിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നുണ്ട്, നബിയേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്, അത്യാവശ്യം വെയിലത്ത് പണിയെടുക്കുന്നവരുണ്ട്, നോമ്പ് ഇങ്ങനെ റജബിൽ എല്ലാ നോമ്പും പിടിക്കാൻ പറ്റാത്തവരുണ്ട്, ഞങ്ങൾക്ക് ആ പുണ്യം കിട്ടുമോ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഓപ്ഷൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സും അവ്വലഹു സും ഔസതഹു സും ആഖിറഹു, സും അവ്വലഹു വ ഔസതഹു വ ആഖിറഹു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അതായത് റജബിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ആദ്യത്തെ 10 ഒരു നോമ്പെടുക്ക്, രണ്ടാമത്തെ 10 ഒരു നോമ്പെടുക്ക്, അതിന്റെ ലാസ്റ്റ് 3-ാമത്തെ 10 ഒരു സുന്നത്ത് നോമ്പെടുക്ക്. അപ്പോൾ ഓരോ സുന്നത്ത് നോമ്പിനും 10 പ്രതിഫലം വെച്ച്, അങ്ങനെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. ഒരു ഹസനത്തിന് 10 നന്മയാണ്. അപ്പോൾ ഒരു നോമ്പിന് ആദ്യത്തെ 10 ഒരു നോമ്പ്, അപ്പോൾ ആ 10 ദിവസം നോമ്പ് പിടിച്ച കൂലി. രണ്ടാമത്തെ 10 ഒരു നോമ്പ്, ആ രണ്ടാമത്തെ 10 ഫുൾ നോമ്പ് പിടിച്ച കൂലി. മൂന്നാമത്തെ 10 ഒരു നോമ്പ്, അപ്പോൾ മൂന്നാമത്തെ 10 നോമ്പ് പിടിച്ച കൂലി. അപ്പോൾ 30 ദിവസവും, അതായത് ഒരു മാസം മുഴുവൻ നോമ്പ് പിടിച്ച കൂലി ഈ ചില്ലറ നോമ്പ് കൊണ്ട് അല്ലാഹു നമുക്ക് നൽകും. നമ്മുടെ കഴിവിന്റെ പരമാവധി. ഇനി പിടിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ഇതുകൊണ്ട് ചുരുക്കണം എന്നല്ലേ പറയുന്നത്, ഈ ഒരു ചാൻസ് മുതലാക്കണം എന്നല്ല, കഴിവിൻ്റെ പരമാവധി. പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നോമ്പ് പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ അനുഷ്ഠിക്കാൻ നമ്മൾ ഒരുങ്ങണം. പ്രത്യേകിച്ച് നാളെ റജബ് 8 തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയുടെ നോമ്പ് എത്ര മനോഹരമായ നോമ്പാണ്. തിങ്കളാഴ്ച ഏറ്റവും ബറക്കത്തുള്ള ദിവസമാണ്. അപ്പം നാളത്തെ റജബ് 8-ന്റെ സുന്നത്ത് നോമ്പും തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പും ഞാൻ അനുഷ്ഠിക്കാൻ കരുതിയിരിക്കുന്നു അല്ലാ എന്ന് നിയ്യത്ത് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വലിയ പർവ്വത സമാനമായ കൂലി നമുക്ക് വാങ്ങാം. റജബിലെ സ്വർഗാവകാശികൾ ആര് എന്ന് ചോദിച്ചാൽ ഹദീസിൽ പറയുന്ന മറുപടി റജബിൽ സുന്നത്ത് നോമ്പ് എടുക്കുന്നവരാണ്. ഒരു താല്പര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കണം. മനസ്സ് നമ്മൾ റിവേഴ്സ് അടിക്കും, വേണ്ട നോമ്പ് വേണ്ട, റമളാനൊക്കെ അടുത്തില്ലേ, ഏതായാലും പിടിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ക്ഷീണമാണെന്നൊക്കെ തോന്നിയിട്ട് ഈ വലിയ വമ്പൻ നന്മയിൽ നിന്ന് നമ്മളെ പിറകോട്ട് വലിക്കും. പിശാച് വലിക്കും, നമ്മുടെ മോശപ്പെട്ട മനസ്സ് വലിക്കും. അതിനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ മുന്നിൽ കിടക്കണം, പരാജയപ്പെടുത്തണം. ഒരു നോമ്പെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ ക്ലാസിന്റെ പ്രചോദനം ഹദീസിന്റെ പ്രചോദനമായി നമ്മൾ എടുക്കണം. പിന്നെ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിന്റെ നിയ്യത്തും ആ ദിവസത്തിന്റെ നിയ്യത്തും എല്ലാം ചേർത്തി കൊടുക്കാം. ഫർള് ഖളാ വീട്ടാനുള്ള നോമ്പുകാർ ഒട്ടനവധിയുണ്ട്. സഹോദരിമാർക്ക് ഒരുപാട് പേർക്ക് ഫർളായ നോമ്പ് ഖളാ വീട്ടാനുണ്ട്. തീർച്ചയായും അവരെല്ലാം ഇപ്പോൾ നാളത്തെ തിങ്കളാഴ്ചയുടെ നോമ്പിൻ്റെ കൂടെ എൻ്റെ നഷ്ടപ്പെട്ടു പോയ റമളാനിൻ്റെ ഒരു ഫർദ് നോമ്പ് ഖളാ വീട്ടുന്നു, നിയ്യത്ത് ചേർത്ത് കൊടുക്കാം. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ആ പുണ്യങ്ങളൊക്കെ നമുക്ക് നേടാവുന്നതാണ്. എല്ലാവരും ഓർമ്മിക്കണം, പരമാവധി നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും റജബിലെ സ്വർഗാവകാശികളിൽ ഭാഗ്യവാന്മാരിൽ നിന്ന് പെട്ടോട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവെട്ടവുമായി നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.